ഹായ് ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ഒരുപാട് വൈകിയാണ് എയർപോർട്ടിൽ നിന്ന് വന്നത്. അപ്പം അതാരാ എന്താണെന്നൊന്നും നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നില്ല, നിങ്ങൾ കണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് നമുക്ക് ആരാന്നൊന്ന് നോക്കാം. ഇന്നലെ നമ്മൾ വന്നതാ, ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഇത് ഇന്നലെ വന്നതേ ഉള്ളൂ. രാവിലെ ഞങ്ങൾ ഇന്നലെ കണ്ട സന്തോഷത്തിലാണ് നിങ്ങളോട് ഒന്നും പറയാൻ പറ്റാഞ്ഞത്. ഞങ്ങൾ ആകെ കിളിപോയ അവസ്ഥയിലായി. അപ്പോൾ ഇന്നെന്താ പരിപാടി? ഇന്ന് രാവിലത്തെ പരിപാടി പറഞ്ഞു നമുക്കൊന്ന് അമ്പലത്തിൽ പോകണം. ഞങ്ങൾ അമ്പലത്തിലോട്ടൊന്ന് പോകാൻ പോവാണ്. അതിനുശേഷം എന്താണ് മേടിക്കണം. അപ്പൊ നമുക്ക് കടപ്പുറത്തോട്ട് പോയാലോ? കണിച്ചോളങ്ങര വീട്ടിൽ പോയിട്ട്, വീട്ടിൽ നിന്ന് എന്റെ വീട് കണിച്ചോളങ്ങരയാണ്. അപ്പൊ കണിച്ചോളങ്ങരന്ന് നമുക്ക് കടപ്പുറത്തോട്ട് പോവാം. അപ്പൊ കടപ്പുറത്ത് പോയിട്ടുള്ള വിശേഷങ്ങളായിരിക്കും നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇപ്പം എന്താ വെച്ചാൽ അമ്പലത്തിൽ പോകുന്ന വിശ്വാസമൊന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. അതൊക്കെ നമ്മുടെ സ്വകാര്യതയായിട്ട് നമ്മൾ വെക്കുന്നത്. അപ്പൊ നമുക്കിനി കടപ്പുറത്ത് പോയിട്ടുള്ള ഇത് കാണാം. അപ്പൊ മീൻ കൂട്ടാതിരുന്നിരുന്ന് ഇപ്പൊ നാട്ടിൽ വന്നപ്പോ ഇച്ചിരി മീൻ കൂട്ടണമെന്ന് പറയും. അപ്പൊ നമുക്ക് മീൻ എന്താന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ ശരി, നമ്മൾ ഇച്ചിരി മീൻ നോക്കാൻ വന്നതാണ് ഗയ്സ്. അതിരാവിലെ ധാരാളം ആൾക്കാർ ഇങ്ങനെ മീനെടുക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. പൊങ്ങുവെള്ളക്കാരൊക്കെ അത് അടുക്കുന്നതേ ഉള്ളൂ. ഹായ്, നമ്മൾ എവിടെയാ നിൽക്കുന്നേ? നമ്മൾ എന്തിനാ വന്നേ? നമ്മുടെ കടലിന് ഒരുപാട് ധാരാളം കഥകൾ നമ്മളോട് പറയാനുണ്ടാകും അല്ലേ? കഴിഞ്ഞു പോയതും വന്നതും ഇനി വരാനിരിക്കുന്നവരുടെ ഒക്കെ ഒരുപാട് കഥകൾ നമുക്ക് ഈ കടലിൽ നമ്മളോട് പറഞ്ഞു തരാറുണ്ട്. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവർ നമുക്ക് ഇച്ചിരി മീനാണെങ്കിലും പിടിച്ചുകൊണ്ട് വരുന്നല്ലേ. നോക്കി അവർ വലിച്ചു കയറ്റുന്ന പൊന്തുവെള്ളമാണ്. അപ്പം വലിയ വെള്ളത്തിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. എന്ത് രസമാണ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ സമയം പോകുന്നത് നമ്മൾ അറിയത്തേയില്ല. ഇപ്പോൾ വീട്ടിലെ ഒരു ചേച്ചി അവിടെ വന്ന് മീൻ കൊണ്ടുവന്നുണ്ടപ്പോൾ നമുക്ക് തോന്നി അത് എന്തുമാത്രം കഷ്ടപ്പാടാണ് ആ വലയിൽ ആ മീൻ അഴിച്ചെടുക്കുന്നതൊക്കെ. ഇതൊക്കെ എനിക്ക് ആദ്യത്തെ അനുഭവമാണ്. ഞാനിതെല്ലാം ചെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ചെറിയ മീനാണ് അവർക്ക് കിട്ടുന്നത് കൂടുതലും. അപ്പോൾ അവർ അങ്ങനെ നിന്ന് അവർ അഴിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ പൈസ കൊടുത്ത് മീൻ വാങ്ങിച്ചോണ്ട് പോകുന്നേ അറിയത്തുള്ളൂ. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയത്തില്ല. ഇപ്പം ഇങ്ങനെ വലയിൽ ഇപ്പം ഞണ്ട് കൂടുതലായിട്ട് നമ്മൾ കണ്ടു, ഒരുപാട് പേർക്ക് ഞണ്ടൊക്കെ കിട്ടുന്നത്. പക്ഷെ അതൊക്കെ അഴിച്ചെടുക്കുന്നത് വലിയ പാടാണ്. എന്ത് രസമായിട്ടാണ് ആ വള്ളം ഇങ്ങനെ വരുന്നത്. പക്ഷെ അവരെത്രയോ റിസ്ക് എടുത്തിട്ടാണ് അങ്ങനെ തുഴഞ്ഞു പോവുകയും വരികയോ ഒക്കെ ചെയ്യുന്നത്. ഇടയ്ക്ക് നമ്മൾ അവരെക്കുറിച്ചും കൂടെ ചിന്തിക്കണം അല്ലേ? അവർ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ മീൻ അഴിച്ച് ബക്കറ്റിൽ, നല്ല ജീവനുള്ളതാണ് കേട്ടോ അതെല്ലാം ബക്കറ്റിൽ ഇങ്ങനെ കിടക്കുന്നെങ്കിലും. അപ്പോൾ പുറകെ ഇങ്ങനെ വള്ളങ്ങളും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ചേട്ടനും കൊച്ചും കൂടെ അവിടെ പോയി നിന്ന് അത് നോക്കുന്നുണ്ട്. അവന് വിഷ്ണുവാണ് വിഷ്ണു എന്ന് പറയുന്നൊരു പയ്യനാണ് നമ്മളെ ഇവിടെ കൊണ്ടുപോയത്. ഇപ്പം മീൻ മേടിക്കാനും ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തത് വിഷ്ണുവാണ്. അപ്പോഴാണ് നമ്മൾ നോക്കിയപ്പോൾ വീശുന്നവിടെ. അങ്ങനെ ആ വീശുന്ന കാണാനായിട്ട് ഞങ്ങൾ പോയി നിന്നതാണ്. വീശി കൊണ്ടുവന്നത് അതിനകത്ത് ഞണ്ടൊക്കെ ഉള്ളൂ. ഞണ്ടും പൊടിമീനുമാണ് കൂടുതലും. ഇവർ പിന്നെ കയറ്റുന്നതേ ഉള്ളൂ നമ്മളവിടെ നിൽക്കിച്ചത്. അങ്ങനെ ധാരാളം വള്ളങ്ങളൊക്കെ വരുന്നുണ്ട്. ലേലം വിളിക്കുന്നത് ഒരുപാടിൽ നടക്കുന്നുണ്ട്. അങ്ങോട്ട് നമ്മൾ പോയില്ല. അവിടെ ചൊറൊക്കെ ഉണ്ടായിരുന്നു. ചൊറൊക്കെ ഞണ്ട് ഇതൊക്കെ വീശുകാർക്ക് കിട്ടിയ ഞണ്ടാണ്. നമ്മളിതേ ലേലം വിളിച്ചെടുത്ത മീനാണ്. ഇപ്പം നമ്മൾ ബക്കറ്റിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പം ഞണ്ട് മാത്രമായിട്ട് അവർ തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് പൊടിമീനും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കിറ്റിനകത്ത് ആക്കി വെക്കുവാണ്. നമുക്ക് ഞണ്ടാണ് കിട്ടിയത്. അപ്പം അടുത്ത ദിവസം തന്നെ നമുക്ക് ഞണ്ട് റോസ്റ്റ് ചെയ്യാം അല്ലേ? ഞണ്ട് റോസ്റ്റ് അല്ലെങ്കിൽ ഞണ്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം.
ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.